മുത്തുമണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ലഡു ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിലാണ്. ഇത് പാലിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത് തേങ്ങാപ്പാലിൽ വെച്ചിട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നോ ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ബാക്കിലുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കിസ്മിസാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഡെസിക്കേറ്റ് കോക്കനട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ച് കൊടുക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ട് ആകെ കരിഞ്ഞു പോവും. ഇതിലുള്ള തേങ്ങാപ്പാലൊക്കെ കംപ്ലീറ്റ് ഒന്ന് വറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ ഏകദേശം ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആയി കിട്ടാണ്ട്, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ ഇതിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാലിൻ്റെ അളവൊന്നും കൂടി പോവരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കപ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തേങ്ങാപ്പാൽ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഡെസിക്കേറ്റ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. അതിൽ ഒരു ഭാഗം കുറച്ച്, അതായത് നമ്മളൊരു കൈപ്പിടിയിൽ ഒരു പിടി നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഡു നമ്മൾ ലാസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അതാ അത്യാവശ്യം ഒന്ന് കുറുകി ലെവലായിട്ട് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. ഇതിലുള്ള ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കംപ്ലീറ്റ് വറ്റിയിട്ട് നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒരു ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ലേ, ആ ഒരു ലെവലിൽ കിട്ടണം. അതുവരെ ഇളക്കിയും കൊണ്ടിരിക്കണം. ഈ സമയം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കിസ്മിസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കിസ്മിസ് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് എടുത്തിട്ട് ഉരുളകളാക്കാം. നേരത്തെ കുറച്ച് ഡെസിക്കേറ്റിൻ്റെ ആ കോക്കനട്ട് മാറ്റി വെച്ചിരുന്നില്ലേ, അതിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാതും ഉരുളകളാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.